സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്നു. സാംസ്കാരിക ലോകത്തിന് അളവറ്റ സംഭാവന നൽകിയ 15ഓളം കലാകാരന്മാരെ മുഖ്യമന്ത്രി ആദരിച്ചു. നവകേരള സദസ്സ് മുഖാമുഖം പരിപാടികളുടെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ കലാകാരന്മാരോടും സാംസ്കാരിക പ്രവർത്തകരോടും മുഖ്യമന്ത്രി സംവദിക്കുന്ന പരസ്പരം എന്ന പരിപാടി. കേരളത്തെ ഒരു വികസിത സമൂഹമാക്കി വളർത്താനും പിന്തിരിപ്പൻ ആശയങ്ങളെ ചേർത്ത് മാനവികതയുടെ വിശാല താൽപര്യങ്ങൾക്കിടമുള്ള പരിഷ്കൃത സമൂഹമായി തുടരാനും സാധ്യമാക്കുന്നതിനായുള്ള മുന്നൊരുക്കമാണ് ഈ പരിപാടി. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന പരസ്പരം പരിപാടിക്ക് വിവിധ അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും നേതൃത്വം നൽകി. ചടങ്ങിൽ പ്രമുഖ കലാസാംസ്കാരിക പ്രവർത്തകരെ ആദരിച്ചു. പൊതുസമൂഹത്തിൽ കലാരംഗത്തിന് വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കലാസൃഷ്ടികൾ കേരളത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും നാടിനെ പുരോഗമനപരമായി മാറ്റിയെടുക്കാൻ കലാരംഗത്തിന് സാധിക്കുമെന്നും മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. സാഹിത്യ രംഗത്തുള്ള എല്ലാവരും വളരെ ക്രിയാത്മകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും സമൂഹത്തിൻ്റെ മാറ്റത്തിനും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാകെ ഉത്തേജനം പകരുന്ന നിലപാടുകളാണ് പൊതുവെ കലാസാഹിത്യ രംഗത്ത് നിന്നുണ്ടായിരുന്നു. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, സജി ചെറിയാൻ, ബാലചന്ദ്രൻ MLA, തൃശൂർ നഗരസഭാ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.